ഹലോ! അപ്പോൾ നമ്മളിന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്തു തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാണ്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് കേട്ടോ പോണത്. പോകുന്ന വഴിക്കാണ് നമ്മൾ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആയിട്ടുള്ള ബൺ മസ്ക വിൽക്കണത് കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് കേട്ടോ ഞാനിത് കഴിക്കാൻ പോയത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ എവിടെയും ട്രെൻഡിങ് ഈ ബൺ മസ്ക ആണല്ലോ. എനിക്ക് ചിലപ്പോൾ ഈ ഓവർ ഹൈപ്ഡ് ആയി കഴിയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിമ്പിൾ ഡിഷായിരുന്നു. ഞാൻ മുൻപും കഴിച്ചിട്ടുണ്ട് ബോംബെന്ന്. അത് അടിപൊളിയായിരുന്നു. ഇതും ഏകദേശം ആ ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കുക്കീസും കൂടി വാങ്ങിയിട്ടോ. അവരവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതും വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും പ്രതീക്ഷിക്കേണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത്. വേറെ ഒന്നുമല്ല, നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നേരത്തെ അവിടെ എത്തും, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ പുത്തൻപള്ളി പെരുന്നാളാണെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഇപ്രാവശ്യത്തെ പുത്തൻപള്ളി പെരുന്നാളിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. 100ാമത്തെ പുത്തൻപള്ളി പെരുന്നാളാണ് ഈ വർഷത്തെ പെരുന്നാൾ. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂകാരിയായിട്ട് പോലും ഞാൻ ഫസ്റ്റ് ടൈമാണ് പുത്തൻപള്ളി പെരുന്നാൾ കാണാൻ പോണത്. അങ്ങനെ നമ്മൾ റൗണ്ടിൽ കൂടെയൊക്കെ വന്ന് ഭാരത് ഹോട്ടലും രാഗം തിയേറ്ററൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് നടക്കുമായിരുന്നു കേട്ടോ. ഈ റോഡ് കണ്ടപ്പോൾ അത്ര തിരക്കൊന്നും തോന്നിയില്ല. പക്ഷേ നമ്മൾ ആ പള്ളിയുടെ അവിടെ എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ വരെ എത്തി. പള്ളിയിൽ അവിടുത്തെ ആ ലൈറ്റിങ്സും അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇവിടെ ഇത് DJ ഇട്ടിട്ട് ലൈറ്റിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേക ഭംഗിയാണ്. പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല. കാരണം നമ്മളതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോന്നു. നമുക്ക് ബസ്സൊക്കെ ഉള്ള കാരണം. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ തന്നെ, പിന്നെ ഈ നമ്മുടെ കയ്യിലുള്ള ബാഗും ലഗേജൊക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടായ കാരണം നമ്മൾ വേഗം അവിടെ നിന്ന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഒരു ആന. പള്ളിപ്പെരുന്നാളിന് ആനയോ? ഞാൻ ആദ്യമായിട്ടാണ് കാണണതെന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ഒറിജിനൽ ആനയല്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നെത്തി നമ്മുടെ വടക്കുന്നാഥൻ്റെ മുമ്പിൽ. ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. എല്ലാ തൃശ്ശൂർക്കാർക്കും അങ്ങനെ തന്നെയാവും. കാരണം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയും സന്തോഷമാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം, നമുക്കിനി 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സംസാരിച്ച് നമ്മുടെ അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.